ആക്രമണത്തിൽ വൃദ്ധ ദമ്പതികൾ കൊല്ലപ്പെട്ട കണ്ണൂർ ആറളത്ത് നാട്ടുകാരുടെ വൻ പ്രതിഷേധം. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹവുമായി എത്തിയ ആംബുലൻസുകൾ മണിക്കൂറുകളായി നാട്ടുകാർ തടഞ്ഞിട്ടിരിക്കുകയാണ്. സ്ഥലത്തെത്തിയ KPCC അധ്യക്ഷൻ കെ സുധാകരനെയും CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജനെയും പ്രതിഷേധക്കാർ തടഞ്ഞു. വനമന്ത്രി AK ശശീന്ദ്രന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. സർവകക്ഷി യോഗത്തിൽ നിന്ന് പ്രതിനിധി സംഘം പ്രതിഷേധക്കാരുമായി സംസാരിക്കും. ഇതിനുശേഷമാകും മന്ത്രി AK ശശീന്ദ്രൻ പോകുന്നതിൽ തീരുമാനമുണ്ടാവുക. ആറളത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി സജോ ദേവസിയുണ്ട് തത്സമയം. സജോ, ഇതിപ്പോൾ ഈ പ്രതിഷേധം അത് തുടരുകയാണോ? മൃതദേഹം വീട്ടിലെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് പ്രതിഷേധക്കാരുടെ നിലപാട്? അനുജ, ആറളത്ത് കനത്ത പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ 3.5 മണിക്കൂർ സമയമായി കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വെള്ളിയുടെയും ലീലയുടെയും മൃതദേഹങ്ങളുമായി എത്തിയ ആംബുലൻസ് തടഞ്ഞിട്ടിരിക്കുകയാണ്. അതായത് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയുമായിരുന്നു. തുടർന്നാണ് ഫാമിലേക്ക് എത്തിച്ചത്. സംസ്കാരത്തിനുള്ള ക്രമീകരണങ്ങൾ അടക്കം ബന്ധുക്കൾ ഒരുക്കിയിരുന്നു. പക്ഷേ ഈ കാര്യത്തിൽ ഫാമിൽ ഇനിയൊരു ജീവൻ കൂടി പൊലിയരുത്, അവരുടെ സുരക്ഷ, ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മന്ത്രി നേരിട്ടെത്തി ഉറപ്പ് നൽകണം എന്നതാണ് നാട്ടുകാരായ പ്രതിഷേധക്കാരുടെ ആവശ്യം. ആദ്യ ഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ജനപ്രതിനിധികൾ ഒക്കെ സമവായ അണുനയ നീക്കത്തിന് ശ്രമിച്ചു. പിന്നീട് ജില്ലാ കളക്ടർ അരുൺ K വിജയനും റൂറൽ SP അനൂജ് പല്ലിവാളും സമരക്കാരുമായി സംസാരിച്ചു, അനുനയത്തിന് ശ്രമിച്ചു. പക്ഷേ ഫലം കണ്ടില്ല, അവർ വഴങ്ങിയില്ല. പിന്നാലെ അവരുടെ പ്രതിഷേധം നിലപാടുകളൊക്കെ ആവർത്തിക്കുകയും ചെയ്തു. അടിയന്തരമായി നാളെ മുതൽ ഫാമിലെ കാട്ടാനകളെ തുരത്തുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. മാനവതിലിന്റെ പ്രവർത്തനം, നിർമ്മാണ പ്രവർത്തനം വേഗത്തിൽ പൂർത്തീകരിക്കും തുടങ്ങിയ തീരുമാനങ്ങൾ സർവകക്ഷി ലഭിച്ചു. പക്ഷേ മന്ത്രി ആറളം ഫാമിലേക്ക് എത്തുന്നതിന് മുൻപ് ഒരു പ്രതിനിധി സംഘം ശരി, വലിയ പ്രതിഷേധമാണ് ആറളത്തുണ്ടായത്. നാട്ടുകാരുടെ വലിയ പ്രതിഷേധം. മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്കുള്ള പ്രതിഷേധം. ആംബുലൻസ് തടഞ്ഞു. ഒപ്പം ജനപ്രതിനിധികളെയും തടയുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി.